പോയി കഴിഞ്ഞാൽ ലൈഫ് കുട്ടിച്ചോറാക്കും അങ്ങനത്തെ സെന്റൻസ് കുറച്ച് പറഞ്ഞു. ലാലേട്ടന് ഒരു മുട്ടൻ പണി വരുന്നുണ്ട്. ലാലേട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിൽ നിന്ന് ലാലേട്ടൻ പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയുണ്ടാവും. ആഹാ, എന്താണ് സംഭവമെന്നല്ലേ? ലാലേട്ടൻ ഇന്ന് ഒരാളെ വഴക്ക് പറഞ്ഞിരിക്കുന്നു. ആ ആള് ലാലേട്ടനെ ശപിച്ച് പണ്ടാറടങ്ങുന്ന ഒരവസ്ഥയാണ് ലാലേട്ടനെ വരാൻ പോകുന്നത് എന്നാണ് തോന്നുന്നത്. അതുപോലെയാണ് ബിഗ് ബോസ് വീടിനുള്ളിൽ ആ വ്യക്തി കിടന്ന് ശപിച്ചിരുന്നത്. മറ്റാരല്ല, നമ്മുടെ ജാൻമണി ആ വീടിനുള്ളിൽ ശപിക്കാത്തത് വളരെ കുറച്ചു പേരേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. ബാക്കി എല്ലാവർക്കും ശാപങ്ങളായിരുന്നു. ശാപം എന്ന് മാത്രമല്ല, പ്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രാക്ക് തന്നെയായിരുന്നു. തലേ ദിവസം നൂറയെ പ്രാഗി ഒരു പരിവാക്കിയിട്ട് പിറ്റേ ദിവസം നൂറ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീര കരച്ചിലായിരുന്നു നൂറ. ആ ഒരു പ്രാക്ക് ഏറ്റതാണോ എന്നൊരു സംശയം തോന്നും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ. അതുപോലത്തെ കരച്ചിലായിരുന്നു നൂറ കരഞ്ഞത്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലൊരു സീൻ ക്രിയേറ്റ് ആവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ശാപം ഏൽക്കുമോ എന്നൊരു സംശയം. എന്തായാലും ലാലേട്ടൻ ഇന്നത്തെ പ്രമോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായത് ജാൻമണിക്ക് നല്ല കൊട്ട് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഇനി സിനിമയിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ, ലാലേട്ടനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണി കയറിയെങ്ങാനും ശപിക്കുകയോ പ്രാകുകയോ ചെയ്തു കഴിഞ്ഞാൽ ലാലേട്ട കാര്യം കട്ട പുകയാവും. അതുകൊണ്ട് രഹസ്യമായിട്ടെങ്കിലും ജാൻമണിക്ക് ഒരു നിർദ്ദേശം കൊടുത്തേക്കണേ, ശപിക്കരുത് എന്നുള്ള കാര്യം, അല്ല പ്രാകരുത് എന്നും. അല്ല, പറയാൻ പറ്റത്തില്ല ജാൻമണിയുടെ സ്വഭാവത്തിന്, അതല്ല അതിനപ്പുറവും ചെയ്യും. ഒരാളെയാണ് പ്രാഗിയത് എന്നുണ്ടെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം, അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്തതാണെന്ന് വിചാരിക്കാം. ഇതങ്ങനെയല്ല. അർജുൻ്റെ അടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാലും നിന്റെ നാട്ടിലെത്തിയാലും നിന്റെ കുടുംബത്തോടെ നിന്നെ നശിപ്പിക്കും എന്നാണ് അർജുൻ്റെ അടുത്ത് പറഞ്ഞത്. നോറയുടെ അടുത്ത് നിന്റെ ശബ്ദം ഇല്ലാണ്ടായി പോവും, നിന്റെ തൊണ്ട പൊട്ടിപ്പോവും, ഇനി നിനക്ക് ശബ്ദം പുറത്തേക്ക് വരില്ല, ജീവിതകാലം മുഴുവൻ കരച്ചിൽ മാത്രമായിരിക്കും നിനക്ക് എന്നുള്ള രീതിയിലാണ് നോറയെ ശപിച്ചത്. അതുപോലെ തന്നെ നോറ ഒരു 3rd ക്ലാസ് ആണെന്ന് പറയുകയും ചെയ്തു. പിന്നെ റസ്മിൻ ബൈ ഒരു കോമണറാണ്. കോമണർ തലയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ തലയിൽ നിന്ന് വലിച്ച് എൻ്റെ കാലിൻ്റെ അടിയിൽ വെച്ച് ഞാൻ ചവിട്ടി ഇറക്കുമെന്നാണ് റസ്മിൻ ബായിയെ പറഞ്ഞത്. അങ്ങനെ പറയാത്തതൊന്നും ഇനി ബാക്കിയില്ല എന്ന് പറയാം. അതുപോലത്തെ ശാപവാക്കുകളാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അവിടുന്ന് 2 പേരെ മോശം വാക്കുകൾ പറഞ്ഞു എന്നുള്ള കാര്യത്തിനെ പുറത്തേക്ക് വിടണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു അവരെക്കാൾ മോശം പ്രവൃത്തി ചെയ്തത് ജാൻമണിയാണെന്ന്. ഇത്രയും രീതിയിൽ ഒരാളെ പ്രാകുക അല്ലെങ്കിൽ ഇങ്ങനെ ശാപവാക്കുകൾ പറയുക എന്ന് പറയുന്നത് അതിനേക്കാൾ മോശം വാക്കുകളും പ്രവൃത്തികളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും അവിടെ ജിൻഡോ ചെയ്തതിനേക്കാളും ഗബ്രി ചെയ്തതിനേക്കാളും ഏറ്റവും മോശപ്പെട്ട കാര്യം ചെയ്തത് ജാൻമണി തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഇത് ചോദിക്കാതിരുന്ന സമയത്ത് ഞാൻ കരുതി ഇത് വിഴുങ്ങി എന്നുള്ള കാര്യം. എന്തായാലും ഇന്നത് ചോദിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഏറ്റവും നല്ല കാര്യമായിട്ട് അത് കാണുന്നു. ജാൻമണിക്ക് ഇതിനെ കർശനമായ ഒരു ശിക്ഷ കൊടുക്കണം തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പനിഷ്മെന്റ് തന്നെ കൊടുക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നതും.